അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. മഹേന്ദ്രൻ അപ്പൊ ഡൽഹിയിൽ നിന്ന് എത്തി. എന്തായി പോയ കാര്യം? ഒരു മിനിറ്റ്, എന്താടോ? അല്ല, അജിത്തിന് ഇന്ന് ഡൽഹിയിൽ മീറ്റിംഗാ. അയാൾ ഈ ഫയല് മിസ് ചെയ്തു പോയി. ഞാൻ ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ, ഞാൻ പെട്ടെന്ന് വരാം. പറയടോ. ഇല്ലടോ, എനിക്കേ ഇപ്പൊ ഇത്തിരി തിരക്കാ. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം. ഓക്കെ. അയ്യോ, കൊണ്ടുപോയത് ആ ഇൻവിറ്റേഷൻ കാർഡിരുന്ന ഫയലല്ലേ? പത്മ, എന്തുപറ്റി ഡാഡി? അതൊന്നുമില്ല. ഡാഡിക്ക് എന്തോ കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടല്ലോ. മമ്മി വഴക്കിട്ടാണ് പോയത്? വഴക്കൊന്നുമില്ല. അമ്മ മുറിയുന്നൊരു ഫയൽ എടുത്തോണ്ട് പോയി. അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ വെച്ചിരുന്നു. ഓഫീസ് ഫയലില് അങ്കിൾ എന്ത് പ്രധാനപ്പെട്ട സാധനം വെക്കാനാ? അത് ഒരു ഇൻവിറ്റേഷനാ. അത് അത്യാവശ്യമുള്ളതായിരുന്നു. അതിനിപ്പോ ഡാഡി ഉദ്ദേശിക്കുന്നത് ഈ ഇൻവിറ്റേഷൻ ആണോ? പറ ഡാഡി, സൂര്യയുടെയും നന്ദിനിയുടെയും ഇൻവിറ്റേഷൻ ആണോ ഡാഡിയുടെ കയ്യിൽ നിന്ന് മിസ്സായെന്ന്? ഇത് നിങ്ങൾക്കെങ്ങനെ? അങ്കിള് ഞങ്ങളോട് മറച്ചു വെച്ചാലും സത്യം ഞങ്ങൾ എങ്ങനെയെങ്കിലും അറിയും. അങ്കിളിന്റെ കയ്യിൽ നിന്ന് തന്നെ നിലത്ത് വീണ് ഞങ്ങൾക്ക് കിട്ടിയതാ. എന്താ ഡാഡി ഇതിന്റെ ഉദ്ദേശം? എന്തിനാ അവരുടെ കല്യാണം വീണ്ടും നടത്തുന്നേ? ഈ ഇൻവിറ്റേഷന്റെ ഉദ്ദേശം എന്താണെന്ന് ഡാഡി കൃത്യമായിട്ട് ഞങ്ങളോട് പറ. ഞങ്ങൾ ഡാഡിയുടെ കൂടെ നിൽക്കാം. അത് സൂര്യയുടെയും നന്ദിനിയുടെയും വിവാഹം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് രാജ്മോഹനെ കണ്ടിരുന്നു. അയാളാ പറഞ്ഞത് എത്രയും വേഗം രജിസ്റ്റർ ചെയ്തേ പറ്റൂ. അപ്പൊ മമ്മിയെയോ ഞങ്ങളെയോ അറിയിക്കാതെ ഇങ്ങനൊരു കാര്യം നടത്താനായിരുന്നു ഡാഡിയുടെ പ്ലാൻ അല്ലേ? ഇതെന്തായാലും മോശമായി പോയി അങ്കിൾ. പക്ഷേ ഞങ്ങളിത് മമ്മിയോട് പറയുന്നില്ല. ഡാഡിയുടെ ആഗ്രഹം നടത്തി തരാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെ അങ്കിൾ, നന്ദിനി ഇവിടെ തന്നെ നിൽക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങളും അങ്കിളിന്റെ കൂടെയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ആലോചിക്കാതെ ഒരു കാര്യവും ഡാഡി ചെയ്യരുത്. സമ്മതിച്ചു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. അമ്മ കൊണ്ടുപോയിരിക്കുന്ന ഫയലില് സൂര്യയുടെയും നന്ദിനിയുടെയും മാരേജ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അത് പത്മ കണ്ടാലും പ്രശ്നമാണ്, അക്കൗണ്ടന്റ് അജിത്ത് കണ്ടാലും പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും പത്മയിൽ നിന്ന് അത് വാങ്ങിച്ചേ പറ്റൂ. അതിപ്പോ എങ്ങനെയാ? നമ്മൾ വണ്ടിയെടുത്ത് ആന്റിയെ ഫോളോ ചെയ്യുന്നു, മിസ്സായ സാധനം തിരികെ വാങ്ങുന്നു. കൊണ്ടത്തരം പറയാതെ. അപ്പൊ പിന്നെ എന്താ മിസ്സായതെന്ന് മമ്മി ചോദിക്കില്ലേ? മമ്മി അത് തുറന്നു നോക്കില്ലേ? അതൊന്നുമില്ലാതെ മമ്മിയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കണം. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇപ്പൊ തന്നെ മമ്മി അത് കണ്ടു കാണും. കലി തുള്ളിക്കൊണ്ട് തിരിച്ചു വരും. അത് സംഭവിക്കാൻ പാടില്ല. അതെ, ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? അത് ആന്റിയുടെ അല്ലേ? അതെ. ഇത് വെച്ച് എന്ത് കാണിക്കാനാ? വല്ലഭന് പുല്ലു ആയുധമെന്ന് കേട്ടിട്ടില്ലേ? ചിലപ്പോ ചെരുപ്പും ആയുധമാവും. അതെ, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്
ഞാൻ വണ്ടിയിലിരുന്ന് പറയാം. വാ, കേറ്. അങ്കിള് കയറിക്കും. ഓപ്പറേഷൻ പാദരക്ഷക്.